തൈക്കോണ്ടയിൽ പ്രാവീണ്യം നേടി ഒരു കുടുംബത്തിലെ 5 അംഗ സംഘം. ഭർത്താവ്, ഭാര്യ, 3 പെൺമക്കൾ എന്നിവർ ഈ ആയോധന കലയിൽ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണ്. ക്യാമറമാൻ സുകേഷ് വല്ലങ്ങിക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലപ്പള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. That's it. Yes, it. Your doll. പാലക്കാട് പോത്തുണ്ടിയിലെ ജി ബിനോയ്, ഭാര്യ നിഷ കെ നായർ, മക്കളായ കൃഷ്ണ, കാർത്തിക, കൃതിക എന്നിവരാണ് മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് തൈക്കോണ്ടിയിൽ പരിശീലനം നേടി നാടറിയുന്ന നിലയിലെത്തിയത്. ഒരു കുടുംബത്തിലെ 5 പേരും അറിയാവുന്ന കലയെ പരിപോഷിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ്. തൈക്കോണ്ടിയിൽ റഫറിയും പരിശീലകനുമാണ് ജി ബിനോയ്. ഇദ്ദേഹത്തിലൂടെ ഭാര്യയും മക്കളും ആയോധന കലയായ തൈക്കോണ്ടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ 3 മക്കളിൽ മുതിർന്നവളായ കൃഷ്ണ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കൃഷ്ണയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന 2 സഹോദരമുൾപ്പെടെ 3 മറ്റ് കലാപരിപാടികളിലും പ്രാവീണ്യം തെളിയിച്ചവരാണ്. നിഷ കെ നായരും തൈക്കോണ്ടിയിൽ പയറ്റി തെളിഞ്ഞവരാണ്. ജി കെ അക്കാദമി എന്ന പേരിൽ പോത്തുണ്ടിയിൽ ആരംഭിച്ച പരിശീലന കേന്ദ്രത്തിൽ നിന്ന് 5000-ഓളം യുവാക്കൾ തൈക്കോണ്ടിയിൽ പരിശീലനം നേടിയിട്ടുണ്ടെന്ന് ബിനോയ് പറഞ്ഞു. അങ്ങനെ തൈക്കോണ്ട എന്ന കലയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്കും സ്പോർട്സ് സ്കൂൾ പ്രവേശനവും എല്ലാം കിട്ടുന്നതുകൊണ്ട് ഞാൻ കുട്ടികളെ ഇപ്പം മാർഷൽ ആർട്സ് തൈക്കോണ്ടയാണ് പഠിപ്പിക്കുന്നത്. 10-12 വർഷത്തോളം ഞാൻ തൈക്കോണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പോത്തുണ്ടി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന അവിടെ തന്നെയാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന ഒരു ആളാണ്. ആലപ്പുഴയിലായിരുന്നു ഇത്ര നാൾ. അതിനുശേഷം ഇവിടെ വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നപ്പം എല്ലാവരും നല്ലൊരു രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായി. എൻ്റെ മക്കളിലൂടെ തന്നെ മാർഷൽ ആർട്സ് ഞാൻ തൈക്കോണ്ടോ ജനങ്ങളിൽ എത്തിക്കുകയും ആ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ഇപ്പം നമുക്ക് നിലവിൽ നെന്മാറ പഞ്ചായത്തിൽ ഏകദേശം 1000-ഓളം കുട്ടികൾ നമ്മുടെ കുട്ടികൾ തൈക്കോണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നെന്മാറ പഞ്ചായത്തിൽ മിക്ക ഇടങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ വന്ന് ഇത് പഠിച്ച് കുട്ടികൾക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും ഭാവിയിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും നല്ലൊരു അടിത്തറ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തൈക്കോണ്ടോ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ പെൺകുട്ടികൾക്ക് സുരക്ഷ മെയിനാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് യാതൊരുവിധ സുരക്ഷയില്ല. എനിക്ക് 3 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അവർക്ക് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ പെൺകുട്ടികൾക്ക് സ്വയരക്ഷ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ എല്ലാ സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. ആ സ്വയരക്ഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പുറത്ത് പോയാലും തിരിച്ച് വീട്ടിൽ വരുന്നതും വരെ നമ്മുടെ ആ ഒരു അച്ഛനമ്മമാർക്കുണ്ടാകുന്ന ടെൻഷൻ ഏകദേശം ഒരു 90% നമുക്കൊരു പരിഹാരം ഈ തൈക്കോണ്ടോ എന്ന കലയിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു കലയെ സ്വീകരിച്ച് നല്ലൊരു പ്രതികരണം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എല്ലാ കുട്ടികളും തൈക്കോണ്ടോ പഠിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൃത്ത അധ്യാപിക കൂടിയായ നിഷ കെ നായർ കുട്ടികൾക്ക് നൃത്തത്തിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇവർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. വിവാഹത്തിന് ശേഷമാണ് ചേട്ടൻ പഠിപ്പിച്ച് അന്നവരെ പഠിപ്പിച്ച് കുറച്ച് നാൾ കണ്ട് മോളാകുന്നതിന് മുന്നേ തന്നെ പഠിപ്പിച്ച് റെഡ് ബെൽറ്റ് വരെ ആയി. പിന്നീട് മോളായി. പിന്നെ അവരുടെ കാര്യങ്ങൾക്കായതുകൊണ്ട് പിന്നെ എനിക്ക് പറ്റിയില്ല. പിന്നെ സ്കൂളിൽ ഞാൻ BEd കഴിഞ്ഞാണ്. സ്കൂളിലും പോകുന്നുണ്ടായിരുന്നു. ലീവ് വേക്കൻസികളിൽ വർക്ക് ചെയ്തു. അതുകൊണ്ട് പിന്നെ മുന്നോട്ട് പിന്നീട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവിടം വരെയായിട്ട് പിന്നെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പം ചേട്ടനോട് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ നേരത്ത് പോകാറുണ്ട്. ഇങ്ങനെ ഇതായിട്ട് പോകണം. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ബെമ്പർച്ചിരിയിൽ കിട്ടിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. കുടുംബശ്രീ മുഖേന മുതിർന്നവർ കൂടി ഒളിമ്പിക്സ് ഗെയിംസ് ഇനമായ തൈക്കോണ്ട പഠിക്കണമെന്നതാണ് 5 അംഗത്തിൻ്റെയും സന്ദേശം. ഇതിനായി ബിനോയ് തന്നെ രംഗത്തു വരുവാൻ തയ്യാറാണ്. UTV ന്യൂസ്, പാലക്കാട്.